സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ കോടികളുടെ തിരിമറി. സർക്കാർ അക്രഡിറ്റഡ് ഏജൻസി ആയതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ ഫർണിച്ചർ വാങ്ങാം എന്നതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പലതും പരിഗണിക്കുന്നത് കാഡ്കോയെയാണ്. പരമ്പരാഗത ആർട്ടിസൻസിന്റെ ഉന്നമനത്തിനായി രൂപീകരിച്ച പ്രസ്ഥാനം ഓർഡറുകളെല്ലാം കൊടുക്കുന്നത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനും ജീവനക്കാരിയുടെ ഭർത്താവിന്റെ സ്ഥാപനത്തിനുമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പോയി കാഡ്കോയുടെ ലെറ്റർ ഹെഡും സീലും എല്ലാം ഉപയോഗിച്ച് ഓർഡർ എടുക്കുന്നത് ഫിഡ്കോ എന്ന സ്വകാര്യ സ്ഥാപനമാണ്. പിന്നീട് കാഡ്കോ ജീവനക്കാർ വ്യാജരേഖകൾ ഉണ്ടാക്കി കരാർ സ്വകാര്യ സ്ഥാപനത്തിന് കൊടുക്കുന്നതാണ് കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ സംഭവിക്കുന്നത്. ഇക്കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ല. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് കാഡ്കോ. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു അക്രഡിറ്റഡ് ഏജൻസി കൂടിയാണ്. ഈ കാഡ്കോയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് വെച്ചാൽ കൊടും അഴിമതിയാണ്. ഈ കാഡ്കോയുടെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പ്രൊജക്റ്റ്, അതായത് ഒരു ലോക്കൽ ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ഫർണിച്ചർ അനുബന്ധ വർക്കുകളുണ്ടെങ്കിൽ സർക്കാർ അതാത് സമയങ്ങളിൽ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, അതിന് മറ്റുള്ള ഫോർമാലിറ്റീസ് വേണ്ട, ടെൻഡർ ഫോർമാലിറ്റീസ് വേണ്ട. ഇതിൻ്റെ മറവിൽ ഓർഡറുകൾ കിട്ടും. ഇത് കോഴിക്കോടുള്ള ഒരു ഫിഡ്കോ എൻ്റർപ്രൈസസ് ആൻഡ് ഫിഡ്കോ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് പൂർണ്ണമായും കൊടുക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 28 കോടിയുടെ കച്ചവടം നടന്നതിൽ 2 സ്ഥാപനങ്ങളിലായിട്ട് 15 കോടിക്ക് 15.5 കോടിയോളം രൂപയുടെ വർക്ക് ഫിഡ്കോ അസോസിയേറ്റും ഫിഡ്കോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഈ 2 സ്ഥാപനങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. ഈ തട്ടിപ്പിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടും, പഞ്ചായത്തുകളിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ കിട്ടിയാൽ അവർ ശരിക്കും ചെയ്യേണ്ടത് കാഡ്കോ എന്ന് പറഞ്ഞാൽ കേരള ആർട്ടിസാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. കേരളത്തിലെ ആർട്ടിസാൻമാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ട കോർപ്പറേഷൻ. അതിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആർട്ടിസാൻമാരുടെയും അത് യൂണിറ്റ് ഉടമകളായ ആർട്ടിസാൻമാരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഈ പൊതുമേഖലാ. വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഈ ക്രമക്കേടിന്റെ ഒരേ സ്ഥാപനത്തിന് തന്നെ ഓർഡറുകൾ കൊടുക്കുന്നതിന്റെ ഒക്കെ വിവരങ്ങൾ ഓഡിറ്റിൽ പുറത്തു വന്നതല്ലേ? എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമാവുന്നത് എന്താണ്? അത് തന്നെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് സുജയ. അതായത് എല്ലാ വിവരങ്ങളും അടങ്ങിയ ഓഡിറ്റ് റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ അവിടുന്ന് പടിയിറങ്ങിയ കാഡ്കോയുടെ MDയും ഇക്കാര്യം വിശദമായി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സംരംഭകൻ രമേശ് വിശദീകരിച്ചതുപോലെ സംസ്ഥാനത്തെ ആർട്ടിസന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കാഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായി തുടങ്ങുന്നത്. അവരുടെ ലക്ഷ്യം ഫർണിച്ചർ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ്. അതായത് ആർട്ടിസന്മാർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വിതരണം ചെയ്യുക. അതിനുവേണ്ടി 20 ആർട്ടിസന്മാരുടെ യൂണിറ്റുകളെ എംപാനൽ ചെയ്തിട്ടുണ്ട് കാഡ്കോ. അവർക്ക് ടെൻഡർ കൊടുത്ത് അവരിൽ നിന്നിട്ട് കൊട്ടേഷൻ സ്വീകരിച്ചിട്ടാണ് ഈ വർക്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതായത് സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി ആയതുകൊണ്ട് തന്നെ കാഡ്കോയിൽ നിന്ന് ഫർണിച്ചറുകൾ വാങ്ങിക്കുമ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക്, അത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റ് സർക്കാർ വകുപ്പുകൾക്കും ഒന്നും ടെൻഡർ എടുക്കേണ്ട ആവശ്യമില്ല എന്ന സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ വർക്കുകൾ ഈ കാഡ്കോയ്ക്ക് കിട്ടുകയും ചെയ്യുന്നത്. കാഡ്കോ ചെയ്യുന്നത് ഫിഡ്കോ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംരംഭകനാണ് ഇത് പൂർണ്ണമായി തീരെഴുതിയിരിക്കുന്നത്. അതിൻ്റെ രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത് സുജി. അതായത് 1520 ബില്ലുകളാണ്, അതായത് ഓർഡറുകളാണ് 2023-24 സാമ്പത്തിക വർഷം ഉണ്ടായത്. അതിൽ 1208 ഓർഡറുകളും കൊടുത്തിരിക്കുന്നത് ഈ ഫിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ്. 108 ഓർഡറുകൾ കൊടുത്തിരിക്കുന്നത് മഹാദേവ ഫർണിച്ചർ എന്ന് പറയുന്ന കോഴിക്കോട്ടെ റീജിയണൽ ഓഫീസിലെ ജീവനക്കാരിയുടെ ഭർത്താവിൻ്റെ സ്ഥാപനത്തിനാണ്. അതായത് ഇതിൽ വരുന്ന 80% വർക്ക് 2 പേർക്ക് മാത്രമായി പോകുന്നു. അതിൽ പ്രധാനം ഒരാളുടെ വർക്കായി പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല സുജയ, കാഡ്കോയുടെ ഓർഡർ എടുക്കാൻ സർക്കാർ ഓഫീസിൽ പോകുന്നത് ഈ ഫിഡ്കോയുടെ ജീവനക്കാരനാണ്. കാഡ്കോയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിരിക്കുന്നത് കാഡ്കോ പ്ലീസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഫിഡ്കോ എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഫോൺ നമ്പറാണ്. ഇതിൽ സീല് വയ്ക്കുന്നു, കാഡ്കോയുടെ സീല് വയ്ക്കുന്നു, കാഡ്കോയുടെ ഒപ്പിടുന്നു. ആ സർക്കാർ സ്ഥാപനത്തിന് അപ്പോൾ തന്നെ ഓർഡർ കൊടുക്കുന്നു. അതിനുശേഷം വ്യാജരേഖ ഉപയോഗിച്ച് 3 കൊട്ടേഷനുകൾ സ്വീകരിക്കുന്നതായി കാണിച്ച് ഈ ഫിഡ്കോക്ക് തന്നെ ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം മാത്രം ആകെ 25 കോടി രൂപയുടെ ഫർണിച്ചർ വിറ്റഴിച്ചതിൽ 15.5 കോടി രൂപയും ഈ ഫിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുക്കുകയാണ്.
ഇതിനെതിരെ ചോദ്യം ചെയ്ത കഴിഞ്ഞ MD അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത് ദിവസങ്ങൾ പൂർത്തിയാവുന്നതിന് മുമ്പേ അദ്ദേഹത്തെ MD സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിയുണ്ടായി. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ആർട്ടിസന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പൊതുമേഖലാ സ്ഥാപനം ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. കാഡ്കോയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുള്ള വഴി അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സുജയ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാഡ്കോയുടെ ലെറ്റർ ഹെഡിൽ ഫിഡ്കോയുടെ ഫോൺ നമ്പർ അടക്കം വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. കാഡ്കോ എന്ന് കരുതി ഓർഡർ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു. പേരുകൾ തന്നെ വളരെ ഐഡന്റിക്കലായി നിൽക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇക്കാര്യത്തിൽ ഈ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.